വെയിലുകൊണ്ടുണ്ടായ കരിവാളിപ്പൊക്കെ മാറ്റി സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അതും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റിയ ഒരു അടിപൊളി റെസിപ്പി നമുക്ക് കണ്ടല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ സീക്രട്ട് ഐറ്റം. ഇതാണ് നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കണമെന്ന്. അതെന്താന്നൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അതും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. കല്യാണമൊക്കെ അടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും എടുത്തോ. ഒരു 1 മന്ത് നിങ്ങൾ ട്രൈ ചെയ്താൽ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല രീതിയിൽ റിസൾട്ട് കാണും കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. ഡെയിലി നമ്മൾ നട്ട്സ് കഴിക്കുമ്പോൾ കറക്റ്റ് ഒരു അളവിൽ തന്നെ കഴിക്കാൻ നോക്കണേ, അത് മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മളിതെല്ലാം നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തൊക്കെയാന്ന് ഞാൻ പറയാം. അതിൽ 4 ആൽമണ്ട് ഉണ്ട്, 4 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ 4 കാഷ്യൂ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നമ്മൾ സൺഫ്ലവർ സീഡ്സും എടുത്തിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ഐറ്റം ആണ് കേട്ടോ. നമ്മൾ സോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. കൂടെ നമ്മൾ ബദാം പീസിന് ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 8 മണിക്കൂർ വേണം കേട്ടോ അതൊന്ന് സോക്കായി റെഡിയായി കിട്ടാനായിട്ട്. ഈ ഒരു ലെവലായി കിട്ടും. ഇതാണ് കേട്ടോ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം. ഇത് മസ്റ്റ് ആണേ. കൂടെ ഇതാണ് കേട്ടോ ഗോജി ബെറീസ്. ഇത് നമ്മൾ 1 സ്പൂണോളം സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ചേർക്കണ എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാനിതിൽ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടവർ നോക്കിയാൽ മതി. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന 2 ക്യാരറ്റ് ആണ് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള 2 ക്യാരറ്റ് ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. സ്കിൻ എപ്പോഴും നല്ല തിളക്കത്തോടെയും ഉന്മേഷത്തോടെ ഇരിക്കാൻ ദിവസവും ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇതിലുള്ള ബീറ്റാ കരാറ്റിൻ വൈറ്റമിൻ എ മാറി നമ്മുടെ ഡാമേജ് സെൽസ് ഒക്കെ റിപ്പയർ ചെയ്ത് പുതിയ സെൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവാനായിട്ട് ഇത് കാരണമാണ് കേട്ടോ. കൂടാതെ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടാനും വൈറ്റമിൻ എ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് നല്ല പോലെ വൃത്തിയാക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയാട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യണേ. അപ്പൊ നമ്മളൊരു ജാറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ ഗോജി ബെറീസ് സോക്ക് ചെയ്ത് വെച്ച് ആ വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ജ്യൂസ് അടിച്ചു കൊടുക്കണേ. ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് നമ്മൾ സാധാ വാട്ടർ അല്ലാട്ടോ ഉപയോഗിക്കണേ. നമ്മൾ ഗോജി ബെറീസ് വെച്ച് സോക്ക് ചെയ്തിട്ടുള്ള വാട്ടർ ആട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതിന്റെ പ്രധാന ഗുണം തന്നെ എപ്പോഴും യങ് ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ നല്ല രീതിയിൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അതാണ് നമ്മുടെ സ്കിൻ എപ്പോഴും യുവത്വം നിലനിർത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ആട്ടോ ആഡ് ചെയ്തിരിക്കണേ. ഒരു 3-4 മണിക്കൂർ മതി ഇത് നല്ല രീതിയിൽ സോക്കായി കിട്ടാൻ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ നട്ട്സുകൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 1 ഗ്ലാസ്സിൽ. ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച നട്ട്സുകളാണ് കേട്ടോ ഇതെല്ലാം. 3 ഡേറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 വാൾനട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബദാം ഉണ്ടായിരുന്നു, ഒരു 4 ബദാമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ 4 കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നട്ട്സിന്റെ ഗുണങ്ങളൊക്കെ പെട്ടെന്ന് ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയാട്ടോ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണതിന്റെ ഉദ്ദേശം. നമുക്കൊന്ന് ഇതെല്ലാം നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു 8 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ട് ഗമ്മാണ് കേട്ടോ ഇത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഇത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോക്ക് ചെയ്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ആട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം സോക്ക് ചെയ്ത് വെച്ച ഹാലിം സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ സ്കിന്നിന് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. മുഖക്കുരു ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ്. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിയാ സീഡിൽ നല്ല പോലെ ഒമേഗ 3 ഉണ്ട്. ഇതിന്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡി ആക്കി വെച്ച ക്യാരറ്റ് ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് പോലെ ആയിട്ട് നമ്മൾ അടിച്ചെടുത്തിരിക്കണേ. നമ്മൾ ഇതിൽ അരിച്ചൊന്നും മാറ്റണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഫൈൻ പോലെ അടിച്ചെടുക്കണം. ഇതിൽ വേറെ നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഡേറ്റ്സ് ചേർക്കണോണ്ട് തന്നെ, പിന്നെ അതുപോലെ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ റോ ആയിട്ട് ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന്. ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെ തോന്നുന്നു. നമുക്കൊരു ഷേക്ക് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് തോന്നണേ. അപ്പൊ അതുകൊണ്ട് തന്നെ അരിച്ചൊന്നും മാറ്റണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് കുടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അതിൽ നമ്മൾ ഗോജി ബെറീസ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഗോജി ബെറീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെയിലി നമുക്ക് 10 എണ്ണം വരെ കഴിക്കാം കേട്ടോ ഗോജി ബെറീസ് സോക്ക് ചെയ്തത്. അപ്പൊ അതെ, അതിന്റെ കൂടെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചിയാ സീഡും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ, നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഗുണമുള്ളൊരു ജ്യൂസാണ്. ഒരു 1 മന്ത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മുടെ സെല്ലൊക്കെ റിമൂവ് ആയി പുതിയ സെല്ല് ജനറേറ്റ് ചെയ്യാൻ ഒരു 28 ദിവസം, മിനിമം ഒരു 1 മന്ത് എടുക്കും എന്നാണ് പറയുക. അപ്പോൾ ഒരു 1 മന്ത് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും.
സാധാ ക്യാരറ്റ് ജ്യൂസ് കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുമെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഗോജിബെറീസൊക്കെ നമ്മളെ പ്രത്യേകം ആഡ് ചെയ്യണതിൻ്റെ കാരണം തന്നെ ആ ഏജിങ് ഫാക്ടറൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഈ പൊല്യൂഷനൊക്കെ അടിച്ച് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡാമേജ് ആയി പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ചുളിവുകളും ഒക്കെ വരണത്. അപ്പം അതൊക്കെ ഒന്ന് ആ ഒരു പ്രോസസ്സൊക്കെ ഒന്ന് മന്ദഗതിയാക്കാനായിട്ട് അതിനാട്ടോ നമ്മൾ ഗോജിബെറീസും കൂടി ആഡ് ചെയ്ത് കുടിക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങളൊരു 1 മന്ത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻസിൽ അറിയിക്കണേ. അപ്പോൾ അടുത്ത ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.